ഞാനിപ്പോ കോളേജിലുണ്ട്. ഹലോ. ഹലോ, വിജയ് ഉണ്ടോ അവിടെ? സ്പീക്കിംഗ്. നിങ്ങളാരാ? ഞാൻ സിന്ധു, ദിയയുടെ ഫ്രണ്ടാ. ഓ ഓക്കെ, പറയ്. അല്ല, അവിടെ നിന്റെ അടുത്ത് ദിയ നിൽക്കുന്നുണ്ടോ? ഇല്ല, എന്താണ് കാര്യം? അവളെ പറ്റി എന്താ നിന്റെ അഭിപ്രായം? ഓ, ദിയ ഈസ് എ നൈസ് ഗേൾ. അവള് ചിരിക്കുന്ന സമയത്ത് അവളെ കവിള് നുണക്കുഴി വരും. എന്നോട് കണ്ണുണ്ടല്ലോ, സൂപ്പർ ആയിരിക്കും. കണ്ടുകൊണ്ടേ ഇരിക്കാൻ തോന്നുന്നു. ഇത്രേ ഉള്ളോ? വേറൊന്നും പറയാനില്ലേ? നീ ഇങ്ങോട്ട് തന്നെ ഒരു സത്യം പറയട്ടെ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് നിങ്ങളുടെ ലിപ്സ. ഒരു തക്കാളി കമ്പനിയിലെ തക്കാളി മുഴുവൻ അരച്ച് ചുണ്ടി തേച്ച എങ്ങനെ ഉണ്ടാവും അതുപോലെ ഉണ്ട്. അവളുടെ കഴുത്തുണ്ടല്ല, അത് കഴുത്തൊന്നുമല്ല. ആഹാ, കഴുത്തൊക്കെ വിട്. കഴുത്തിന്റെ താഴെ. അയ്യോ, മതി മതി മതി, ഇത്ര പറഞ്ഞു മതി. പിന്നെ അവളുടെ പിന്നീന്ന് നോക്കിയാ എന്താ തോന്നാ? പിന്നെ നോക്കി അഭിപ്രായം പറയാൻ പറ്റിയ എക്സ്പേർട്ട് ഒരാളുടെ ഉണ്ട്. ആ പിന്നാമ്പുറത്തെ കുറിച്ച് പറഞ്ഞെടുത്തേ. പിന്നാമ്പുറം കണ്ടു കഴിഞ്ഞ മൊത്തത്തിൽ ഒരു പ്രളയമാണ്. ആകെ മൊത്തത്തിൽ നോക്കിയാ എന്താ തോന്നാ? അളിയ മൊത്തത്തിൽ എങ്ങനെ ഉണ്ടെന്നാ ചോദിക്കുന്നത്? ആകെ മൊത്തം നോക്കിക്കഴിഞ്ഞാ അവളൊരു ലൂസാ. തെളിച്ച് പറയുകയാണെങ്കിൽ മെന്റലാണെന്ന് പറയാം. പാകൽ. പൈത്യം, മലയാളത്തിൽ പറഞ്ഞ ഭ്രാന്തി. എന്നാ നീ തന്നെ വിളിച്ചോ. ഞാനെന്താ ലൂസ്, മെന്റൽ, പാഗൽ, പിന്നെന്തൊക്കെ പറഞ്ഞ ഭ്രാന്താണെന്നോ? ദിയ, എടി ഉളെ ഫോൺ വെച്ചിട്ട് പോയിടി. ശബ്ദം മാറ്റി പറഞ്ഞാൽ എനിക്ക് അറിയില്ലെന്നാ. നിന്നെ നേര് വരുമ്പോ കാണിച്ചു തരാം. അച്ഛനെ നേരി വന്ന് കാണിച്ചു തരാം. ഈ ഒരു അവസരമില്ല, വെറുതെ പഴക നിക്കണ്ടെന്നേ. ആ നരന്ത് ചെറുക്കൻ നമ്മുടെ തിലകനങ്ങ് തീർത്തിട്ട് റോഡ് ആക്സിഡന്റ് ആക്കി മാറ്റിയെടുത്തു. താനിവിടെ AC ആയിട്ട് ഓസം നക്കിക്കൊണ്ടിരുന്നോ? ഞാനിപ്പോ എന്ത് ചെയ്യണോന്ന് പറയുന്നത്? അവൻ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്തിരിക്കുക. നമ്മളൊന്നും വിറ്റ്നസ് ഇല്ലാതെ ചെയ്ത എങ്ങനെയാണോ അതുപോലെ തന്നെയാ ചെയ്തിരിക്കുന്നത്. നിയമം അനുസരിച്ച് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. താനും തന്റെ മറ്റടുത്ത നിയമവും ഈ തോക്കും തൂക്കി നടക്കുന്നതിനാ? ചെറിയാനാ? ഹലോ കിഷോർ. ആ പറയൂ ജഗൻ, എന്തൊക്കെയുണ്ട്? സുഖം തന്നെയാണ്. ഒരു ജോലി ഏൽപ്പിക്കാൻ വിളിച്ചതാ. പറയുന്നേ. നമ്മുടെ ആ വടിവാള് ഹരീഷില്ലേ, അവനെ തീർത്തിട്ട് കാശും വാങ്ങിച്ചോണ്ട് വെക്കോ. ഓക്കെ, പണി തീർത്തിട്ട് ഞാൻ വിളിച്ചേക്കാം. തരാം. പിടിക്കേ മോളെ. ഡാഡി നമുക്ക് ആ റൈഡിൽ കേറാം. നടക്കും. ഷാലു, നീ എന്താ ഇവിടെ ഇരിക്കുന്നേ? സ്കൂളിൽ പോകാൻ നോക്കിയേ. ഞങ്ങൾ ഇവിടെ പട്ടം പറപ്പിക്കാം മമ്മി. എടി, ഇവിടെ ഒന്ന് കളിക്കരുതെന്ന് നിന്നോട് എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുള്ളതാ. നീ എന്താ പറഞ്ഞാ കേക്കില്ലേ? കുറച്ചുനാൾ ഇവളതൊക്കെ നിർത്തിയതായിരുന്നു. ഇപ്പൊ നീയും തുടങ്ങിയോ? പ്ലീസ് മമ്മി, ഒന്ന് മുകളിലോട്ട് നോക്ക. എത്ര പട്ടാ പറക്കുന്നേ. എല്ലാവരും ഞങ്ങൾക്ക് തോൽപ്പിക്കണം. വേണ്ട, നിർത്തിക്കോ. അതാ വിട്ട് പോവാൻ നോക്കിയേ. ഇതെന്ത് പറ്റി? ഇന്ന് ജോലിയില്ല, പോകുന്നില്ലെന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് യൂണിഫോം ഇട്ട് പോലീസുകാരെ വന്നിക്കുന്നേ. ഇന്നൊരു VIP അറസ്റ്റ് ചെയ്യാൻ പോവാ ഞങ്ങള്. ആരേച്ചി അത്? കിഷോർ. എന്തെങ്കിലും അവൻ എന്റെ കൈ വന്ന് വീടൂന്നറിയായിരുന്നു. ഇന്നാ വീണ് കിട്ടിയ. വെരി ഗുഡ്, വെരി ഗുഡ്. അല്ല ചേച്ചി, പ്രൂഫില്ലാതെ ഒരു പെറ്റി കേസ് പോലും എടുക്കാറില്ലല്ലോ. ഇതെന്ത് പറ്റി? പബ്ലിക്കായിട്ട് മർഡർ ചെയ്തിരിക്കുക. അതിനൊരുപാട് സാക്ഷികളും ഉണ്ട്. അല്ലപ്പോ അറസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പോകുന്നു? കോർട്ടിന്റെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തും. തിരിച്ച് വീട്ടിലെത്തുമ്പോഴേക്ക് റിലീസ് ചെയ്ത് വിടുകയും ചെയ്യും. തോക്കങ്ങനെ അരയിൽ വെച്ചുകൊണ്ട് വെറുതെ നടക്കുന്ന എന്തിനാ? തുരുമ്പ് പിടിച്ചു പോവത്. എൻകൗണ്ടറിൽ കൊന്നു തള്ളു, നാട്ടുകാർക്ക് കൈയടിക്കും. പറഞ്ഞു കൊടുക്കും മാമ. എനിക്ക് ഷൂട്ടിംഗ് ഓർഡർ കിട്ടിയിട്ടില്ല, അറസ്റ്റ് വാറന്റ് മാത്രമാണ് കിട്ടിയിരിക്കുന്നത്. ഷാലു, കം ഓൺ, ലെറ്റ്സ് ഗോ. ബൈ മാമ. ചെല്ലേ, എല്ലാത്തിനും ഓരോ സമയമുണ്ടല്ലോ. എന്താ പറഞ്ഞേ? നല്ല വെയിലുണ്ടെന്ന് പറയായിരുന്നു. വാ മമ്മി.
എന്താടാ കുറെ പോലീസ് വണ്ടിയൊക്കെ കൈക്കൂലി ഉണ്ടാക്കാൻ വേണ്ടിയാണോ? നടക്കടാ, ഓപ്പൺ ദ ഡോർ. நான் ரெடி. எப்படி இனிமேதான் ரேஷா இல்லைங்க ஜெயிச்சிட்டீங்க வரியா? ആഹാ. കാശ് കൊടുത്ത് തിയേറ്ററിൽ കയറിയാ കൊഞ്ചിക്കൊടേനല്ലാതെ ഒന്ന് സിനിമ കാണാൻ സമയമില്ല. ഡാ, പോപ്കോൺ അല്ലേ തന്നെ, വേറൊന്നും തന്നില്ല. പിന്നെന്തിനാണ് ഇങ്ങനെയൊക്കെ ചൂടാവാൻ നിക്കണേ? നേരെ നോക്കടാ. അളിയാ, ഇന്ന പിള്ളേരുടെ മനസ്സേ രജനീകാന്തിനെ പോലെയാണ്. പറയണത് തന്നെ ചെയ്യുകയും ചെയ്യും, ചെയ്യണത് തന്നെ പറയുകയും ചെയ്യും. പക്ഷെ ഈ പെൺപിള്ളേരുടെ മനസ്സുണ്ടല്ല, സത്യരാജിനെ പോലെയാണ്. ഇവരുടെ ക്യാരക്ടറേ മനസ്സിലാക്കാൻ പറ്റൂലടാ അളിയാ. ഓ, അവൻ വലിയൊരു മാനിയൻ. ഒരു പെണ്ണിന്റെ പുറകെ ചുറ്റിത്തിരിയാണെങ്കിൽ അവളുടെ മനസ്സ് മനസ്സിലാവും. ഇവനാണെങ്കിൽ നാട്ടിലെ മൊത്തം പെണ്ണുങ്ങളുടെ പുറകെ മണപ്പിക്കല്ലേ. നല്ല അടിപൊളി എന്താ ഇവിടെ? ഫൈറ്റ് ആണല്ലേ. രണ്ടുപേരും കൂടെ സിനിമ കാണുവാണോ അതോ വേറെന്തെങ്കിലും കാണുവാണോ? ആദ്യമായിട്ട് ഒരാൾ പറയുന്നത്. ഓ, ഒന്നും കാണാൻ പറ്റില്ലല്ലോ. ഇനി ഒരുപാട് സമയമുണ്ട്. ഇവന്മാര് അവിടെയാണ് പടം, അല്ലാണ്ട് ഇവിടെ അല്ല കേട്ടാ. കൂടെയാണെങ്കിൽ ഒരു സെറ്റപ്പ്. എല്ലാം കൂടെ തിയേറ്ററിൽ വന്ന് വെറുതെ പ്രശ്നം ഏയ്, ഇത് പഴയ സിനിമയിലെ വില്ലൻ ജോസ് പ്രകാശിനെ പോലെ ഉണ്ടല്ലോ. അല്ല. നോക്കടാ. ദേഹത്ത് കൈ വെക്കണം. അയ്യോ, അങ്കിളായിരുന്നോ? അപ്പൊ എന്നെ പറഞ്ഞ് പറ്റിക്കുവായിരുന്നല്ലേ? എന്റെ പൊന്നേട്ടാ, തലയിൽ 10 സെന്റ് സ്ഥലം തരാം, ഒരു ബസ് സ്റ്റാൻഡ് പണിയാനാ. അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡ് ആണല്ലോ. ഒരു ഫ്ലൈറ്റ് തന്നെ ലാൻഡ് ചെയ്യാൻ അത്രമാത്രം സ്ഥലം തലയിൽ കിടക്കല്ലേ. കുമ്പളങ്ങയ്ക്ക് പൗഡർ ഇട്ട പോലത്തെ ഒരു മോന്തയും ക്രിക്കറ്റ് കളിക്കാൻ പറ്റിയ ഗ്രൗണ്ട് പോലത്തെ ഒരു തലയും. തന്റെ വിചാരം എന്നിട്ട് നമ്മുടെ അടുത്ത് തട്ടിക്കേറാൻ നിൽക്കുകയാണ്. ഇതിനു മുമ്പ് നീ നിന്റെ സ്വന്തം മോന്ത കണ്ണാടി നോക്കിയിട്ടുണ്ടോ? ഞാൻ കണ്ണാടി നോക്കാറുള്ള പട്ടി. കമ്മേഴ്സിന്റെ അന്യല്ലേ മോനെ? മോനിങ്ങനെ തല്ലുണ്ടാക്കി എങ്ങനെയാ? അങ്ങനെ കൂടി ചോദിക്കും സാറേ. ഞങ്ങളല്ല പ്രശ്നം ഉണ്ടാക്കിയ ഈ പെട്ടതളിയനാ. കണ്ടില്ല സാറേ, സാറിന് മുമ്പ് വെച്ച് തന്നെ എന്നെ കളിയാക്കുന്നത്. എന്റെ തല കൊണ്ട് കണ്ടു കഴിഞ്ഞാൽ സൂര്യന്റെ കണ്ണ് മഞ്ഞളിച്ചു. എന്നാ ഈ കർച്ചിപ്പ് തലയിലുണ്ടോ? നാട്ടുകാർ സിനിമ കണ്ടേ? എന്താ ഇത്? എന്തായി കാണിക്കുന്നത്? എന്റെ പൊന്നു മക്കളെ, ഞാനിവിടെ മൂലയ്ക്ക് സീറ്റ് തരാം, നിങ്ങൾ അവിടെ പോയിരുന്നു ബഹളം ഉണ്ടാക്കാതെ സിനിമ കണ്ടിട്ട് പോകാൻ നോക്കാം. ദൈവത്തെ സൂക്ഷിക്കണം, പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. ശരിടാ, 100 രൂപയ്ക്ക് എന്നെ അടിച്ചേക്കണേ. ഒന്ന് പോയടാ. ഹലോ കിഷോർ, നിന്നെ കൂട്ടി കൊണ്ടുപോകുന്നതല്ല, എൻകൗണ്ടർ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്നതാ. എനിക്ക് പറ്റുമെങ്കിൽ രക്ഷപ്പെട്ടോ.